ഹലോ, ഇന്നൊരു വെജ് പാൻ കേക്കിൻ്റെ റെസിപ്പിയാണ്. ഇതിലാദ്യം നമ്മൾ സവാള നന്നായിട്ട് അരിഞ്ഞിടുക, കേബേജ് കിട്ടുന്ന വെജിറ്റബിൾസൊക്കെ ഇടാം കേട്ടോ. ഇതിൽ ഞാൻ ക്യാബേജ്, തക്കാളി, ക്യാരറ്റ്, പിന്നെ കുറച്ച് മുളക് അരിഞ്ഞത്, പച്ചമുളകല്ലേ, അത് ഒന്നോ രണ്ടോ എണ്ണം അരിഞ്ഞത്. ഇതിപ്പോൾ ഞങ്ങൾ 3 പേർക്ക് കഴിക്കാനുള്ള രീതിയിലാണ്, അപ്പോൾ കുറച്ചേ എടുത്തിട്ടുള്ളൂ. പിന്നെ ഉപ്പിടുക, ഉപ്പിട്ടതിന് ശേഷം ഉപ്പിടുമ്പോൾ പാകത്തിന് അളവിൽ ഉപ്പിട്ടാൽ മതി കേട്ടോ. പിന്നെ മുളക് പൊടി ഓപ്ഷണലാണ്, ഞങ്ങൾ കുറച്ച് എരിവ് ഇഷ്ടപ്പെടുന്നതുകൊണ്ട് മുളക് പൊടി ഇട്ടു. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ ഇത് കുറച്ച് ജീരകപ്പൊടിയാണ്. ജീരകപ്പൊടിയുടെ ടേസ്റ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല, അപ്പോൾ കുറച്ച് ഗരം മസാല ഇട്ടാലും മതി. പിന്നെ ഇത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ കുറച്ച് അരിപ്പൊടി, 1 ടീസ്പൂണോളം അരിപ്പൊടി, പിന്നെ 1 ടീസ്പൂണോളം കടലമാവും. കടലമാവ് എടുക്കുമ്പോൾ ഒന്ന് അരിച്ചെടുക്കാനായിട്ട് നോക്കണേ. അപ്പോൾ കടലമാവ് എടുത്ത് കുറച്ച് ചെറു ചൂടുവെള്ളം ഒഴിക്കുക, എന്നിട്ട് നന്നായി മിക്സ് ചെയ്യുക. ശരിക്കും കട്ടയായിട്ട് കിട്ടും, ഞാൻ നന്നായി മിക്സ് ചെയ്യുമ്പോൾ ഇതേ ഒരു കൺസിസ്റ്റൻസി കിട്ടും. മാഗി പോലെ തോന്നുന്നുണ്ടല്ലേ. എന്നിട്ട് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം പാൻ അടുപ്പത്ത് വയ്ക്കുക. പാൻ ചൂടാക്കുക. പാൻ ചൂടാക്കി ചൂടാകുന്ന സമയത്ത് എണ്ണ ഒഴിക്കുക. എണ്ണയിലോ അല്ലെങ്കിൽ ബട്ടറോ തേച്ചിട്ടുണ്ടാക്കുക. ഇപ്പോൾ ബട്ടർ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് ഞാൻ എണ്ണ വെച്ചിട്ട് ഉണ്ടാക്കുന്നത്. എണ്ണ തേച്ചതിന് ശേഷം ഒന്ന് നന്നായി ചൂടായതിന് ശേഷം 1 ടീസ്പൂണോ സ്പൂൺ കൊണ്ടോ എടുത്തിട്ട് അത് ശരിക്കും നമ്മൾ പാൻ കേക്ക് വയ്ക്കുന്ന സമയത്ത് വയ്ക്കില്ലേ, അതേപോലെ ആക്കുക. ഒരു മൂടി വെച്ച് വേവിക്കുന്നുണ്ടെങ്കിൽ മൂടി വെച്ചിട്ട് വേവിക്കാം, ഇല്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ തുറന്ന് വെച്ചിട്ട് പിന്നെ കുറച്ച് ചില്ലി ഫ്ലേക്സ് ഇട്ട് ഒരു 5 മിനിറ്റ് വയ്ക്കുക. അതിന് ശേഷം വന്നിട്ട് നമ്മൾ നേരെ തിരിച്ചിടുക. അത് എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും, അപ്പോൾ നമ്മൾ കുറച്ചും കൂടി ഓയിൽ സൈഡിൽ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ എടുത്ത് തിരിച്ചിട്ട് ഒന്നും കൂടി 5 മിനിറ്റോളം അത് വേവാൻ വേണ്ടിയിട്ട്, വെജിറ്റബിൾസ് ഒന്ന് വേവല്ല, ഒന്ന് ചെറുതായിട്ട് മൈൽഡായിട്ട് അതൊന്ന് വെന്ത് കിട്ടുന്നതിന് വേണ്ടിയിട്ട് വയ്ക്കുക. 5 മിനിറ്റിന് ശേഷം വീണ്ടും അത് നമുക്ക് നല്ല പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം. ഇതുപോലെ നമുക്ക് ആവശ്യാനുസരണം ഉണ്ടാക്കിയെടുക്കാവേ. ഒരുപാട് നല്ല ടേസ്റ്റ് എന്നൊന്നും പറയാൻ പറ്റില്ല, എന്നാലും നമുക്ക് കഴിക്കാൻ പറ്റുന്ന ടേസ്റ്റാണ് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ജീരകപ്പൊടി ഇട്ടത് കുറച്ച് കൂടി പോയിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് അത്ര വലിയ ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല. ചമ്മന്തി കൂട്ടി കഴിക്കാൻ നല്ല ഓക്കെയാണ്. ചമ്മന്തിയുടെ റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ ഇത് രൂപിക്ക ചമ്മന്തിയാണ്. ചമ്മന്തിയുടെ റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. ഇതാട്ടോ. താങ്ക് യു.